യേശുക്രിസ്തുവിന്റെ ഒരു പ്രാർത്ഥന പറയുന്നുണ്ട്. ആ ഒരു പ്രാർത്ഥനയിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. യോഹന്നാൻ 17:6 പറയുന്നത്, യേശു ദൈവത്തോട് പ്രാർത്ഥിക്കും, ലോകത്തിൽ നിന്ന് നീ എനിക്ക് തന്ന മനുഷ്യർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കും. കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന എന്താ? നീ എനിക്ക് തന്ന നിന്റെ സമുദായത്തോട്, അവർക്ക് ഞാൻ നിന്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അപ്പൊ സൃഷ്ടാവിന്റെ നാമം എന്താണ്? ബൈബിൾ പ്രകാരം ആവട്ടെ, ഇനിയിപ്പോ ഏത് മതപ്രകാരം ഈ സൃഷ്ടാവിന്റെ നാമം എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ അറബിയിലേക്ക് വരുമ്പോൾ അള്ളാഹ് എന്നുള്ള നാമം, കാരണം അള്ളാഹ് എന്നുള്ള നാമാണ് ഈ പ്രപഞ്ചത്തിലെല്ലാം പരിപാലിക്കുന്ന അഥവാ സൃഷ്ടാവിന്റെ കൈകൾ എന്ന അംശം. ആ ഒരു നാമം ഞാൻ വെളിപ്പെടുത്തിയിട്ടുണ്ട് പറയുന്നുണ്ട്. ആ ഒരു നാമത്തിന്റെ മഹത്വമാണ് അവസാന കാലഘട്ടത്തിൽ അവർ തിരിച്ചറിയലും ഒരുമിച്ച് കൂടലും, അത് ഈ പ്രപഞ്ചത്തിലും എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നതും അവനാണ് എന്ന് അവർ സത്യം തിരിച്ചറിയും. ഇനി അവസാന നാളിൽ ഈ സത്യങ്ങൾ വെളിപ്പെടുന്ന സമയത്ത് ഇവിടെ പിശാച് പരാജയപ്പെടുന്നുള്ളതിന് സംശയം വേണ്ട. ആ ഒരു കാര്യത്തെ പറ്റിയിട്ട് ഇവിടെ പറയുന്നുണ്ട്. തെസ്സലോനിക്കറിൽ 2:8 പറയുന്നത്, യേശു ക്രിസ്തു എത്തി പരീക്ഷണത്തിന് വിരാമമിടുന്നു. ഈസാ നബി വന്നു കഴിഞ്ഞാൽ പരീക്ഷണം അവസാനിക്കും, പിന്നെ ലോകാവസാനത്തിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈസാ നബി വന്നിട്ട് എന്താ പറയല്? തന്റെ സൃഷ്ടാവിന്റെ യഥാർത്ഥ സത്യങ്ങൾ അത് അംഗീകരിച്ചേ പറ്റൂ, ഇല്ലാത്തവര് നരകത്തിൽ പെട്ടു. അപ്പോൾ അധർമ്മി വെളിപ്പെടും. കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസം കൊണ്ട് അവനെ സംഹരിക്കുകയും തന്റെ ആഗമനത്തിന്റെ പ്രഭയാൽ അവനെ ഇല്ലാതാക്കുകയും ചെയ്യും. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈസാ നബി വരിക എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസപ്രകാരം യഥാർത്ഥ സൃഷ്ടാവ് വരുന്ന മാതിരിയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഈസാ നബിയുടെ വരവോട് കൂടി, അല്ലെങ്കിൽ ഈസാ നബിയുടെ ദൗത്യം നിറവേറും, അഥവാ യഥാർത്ഥ സത്യങ്ങൾ വെളിപ്പെടും. ആ സമയത്ത് അവന്റെ വായിലെ ശ്വാസം കൊണ്ട് എന്ന് പറയുന്നുണ്ട്. അവിടെയൊക്കെ നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ സൃഷ്ടാവിന്റെ കൈകളെന്ന അംശം അത് വെളിപ്പെടുന്ന സമയത്ത്, അതാണ് ഇവിടെ പറയുന്നത്, തന്റെ ആഗമനത്തിന്റെ പ്രഭയാൽ അവനെ ഇല്ലാതാക്കുന്നു, അഥവാ ആന്റി ക്രൈസ്റ്റിനെ ഇല്ലാതാക്കുന്നു. അപ്പൊ അധർമ്മി വെളിപ്പെടുമ്പോൾ ഈ സത്യം പുറത്തു വരും. ഈ സത്യം പുറത്തു വന്നു കഴിഞ്ഞാൽ ആ അധർമ്മി അവിടെ തോറ്റുപോകും. പിന്നെ അവിടെ അവർക്ക് രക്ഷയില്ല. എല്ലാ സത്യം മനുഷ്യര് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ പിശാചിന് അവിടെ റോളില്ലല്ലോ. പക്ഷെ പിശാച് അതിന്റെ മുന്നൊക്കെ പരമാവധി മനുഷ്യരെ അതിലേക്ക് കൊണ്ടുപോകും. ഓരോ ഘട്ടമാണ് നടക്കാനുള്ളത്. മഹദിയുടെ ഘട്ടം, പിന്നെ പരീക്ഷണത്തിന്റെ ഘട്ടം, ദജ്ജാലിന്റെ ഘട്ടം, ഈസാ നബിയുടെ ഘട്ടത്തൊക്കെ ഓരോ ഘട്ടത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും.